ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ വിവിധതരം പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണ്ടി അവയെ പല സെക്ഷനാക്കി മാറ്റുകയാണ്. ഫസ്റ്റ് പാർട്ട് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൻ്റെ ഗാഢത അഥവാ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ 5 കോൺസെൻട്രേഷൻ ടേംസ് പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഈ 5 കോൺസെൻട്രേഷൻ ടേമിൽ നിന്നും വിവിധതരം പ്രോബ്ലംസ് ചോദിക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ടേം പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് തന്നെ 3 തരത്തിലുണ്ട്: മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് ആൻഡ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ആദ്യത്തേത് മാസ് പെർസെൻറ്റേജ്. നൊട്ടേഷൻ എന്തായിരുന്നു? W/W. ഫോർമുല പഠിക്കാം. മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. പറഞ്ഞു നോക്കുക. മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ C6H6 and carbon tetrachloride CCl4 if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ബെൻസീൻ, ഇവിടെ 2 കമ്പോണൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ബെൻസീനും കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് രണ്ടാമത്തത്. ഇവർ 2 പേരും കൂടി ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതിൽ 2 പേരുടെയും മാസ് പെർസെൻറ്റേജ് കണ്ടെത്തണം. ബെൻസീൻ തന്നിരിക്കുന്നത് 22 ഗ്രാം, കാർബൺ ടെട്രാക്ലോറൈഡ് തന്നിരിക്കുന്നത് 122 ഗ്രാമും. സോ സ്റ്റെപ്സിലേക്ക് പോകാം. മാസ് ഓഫ് ബെൻസീൻ 22 ഗ്രാം, മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് 122 ഗ്രാം. 2 പേരും കൂടി ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. 2 കമ്പോണൻറ്റ് സിസ്റ്റം അല്ലേ? ബൈനറി സൊല്യൂഷൻ. സോ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 22 plus 122 is equal to 144 grams. ഓക്കെ ആയല്ലോ? ഇനി നമുക്ക് ഈ 2 കമ്പോണൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് സെപ്പറേറ്റ് ആയി കാണണം. ഫോർമുല ഓർമ്മയുണ്ടല്ലോ? മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ഇസ് ഈക്വൽ ടു 22 into 100 divided by 144, which becomes 15.28%. Similarly, mass percentage of carbon tetrachloride is equal to 122, ഇതിൻ്റെ മാസ് 122 ആണ്, into 100 divided by 144. ശരിയല്ലേ? സോ 84.72%. ഇത് ബൈനറി സിസ്റ്റം ആയതുകൊണ്ട് ഒരു കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടെത്തി 100-ൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ അടുത്ത കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത് 100 മൈനസ് 15.28, അതായത് 100 മൈനസ് മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആണ്. സോ ആ രീതിയിലും നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാവുന്നതാണ്. മാസ് പെർസെൻറ്റേജ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആൻഡ് പാർട്സ് പെർ മില്യൺ ചെയ്യാൻ സാധിക്കും. കാരണം ഒരേ ടൈപ്പ് ഫോർമുലയാണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തേത് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് നൊട്ടേഷൻ V/V ആണ്. ഫോർമുല എന്തായിരുന്നു? വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. സോ മാസ് പെർസെൻറ്റേജിൽ W/W രണ്ടും മാസ് വന്ന സ്ഥാനത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തായിരുന്നു? വോളിയം ബൈ വോളിയം ആണ്. വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. സിമിലർലി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് W/V. ഫോർമുല നോക്കാം. മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ന്യൂമറേറ്ററിൽ മാസ് വരുന്നു ആൻഡ് ഡിനോമിനേറ്ററിൽ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വരുന്നു. പാർട്സ് പെർ മില്യൺ മറ്റൊരു കോൺസെൻട്രേഷൻ ടേം ആണെങ്കിലും പെർസെൻറ്റേജ് പ്രോബ്ലത്തോട് കൂടി തന്നെ പറയാവുന്നതാണ്. പെർസെൻറ്റേജിൽ വി ആർ ടേക്കിംഗ് ഔട്ട് ഓഫ് 100
Whereas in parts per million, we are taking out of 1 million, that is 10 raised to 6. So നേരത്തെ 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം 10 raised to 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പാർട്സ് പെർ മില്യണിൽ. ബാക്കി ഫോർമുലയെല്ലാം സെയിം തന്നെയാണ്. അതായത് പെർസെൻറ്റേജ് പോലെ തന്നെ പാർട്സ് പെർ മില്യണും മാസിൻ്റെ ടേംസിലും വോളിയത്തിൻ്റെ ടേംസിലും അതുപോലെ മാസ് ബൈ വോളിയം ടേംസിലും എക്സ്പ്രസ് ചെയ്യാം. സോ ഇൻ ടേംസ് ഓഫ് മാസ് പാർട്സ് പെർ മില്യൺ ഫോർമുല നോക്കാം. മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻ ടു 10 raised to 6. ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 10 raised to 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. So mass of one component into 10 raised to 6 divided by total mass of the solution. അടുത്ത concentration term mole fraction ആണ്. It is represented by the symbol chi. എന്തായിരുന്നു? chi. ആദ്യം നമുക്ക് ഫോർമുല നോക്കാം. Mole fraction of a component is equal to number of moles of the component divided by total number of moles of all the components. പറഞ്ഞു നോക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. സോ എ ആൻഡ് ബി ഇങ്ങനെ രണ്ട് കമ്പോണൻറ്റ്സ് അടങ്ങുന്ന ഒരു ബൈനറി മിക്സ്ചറിൽ എയുടെ നമ്പർ ഓഫ് മോൾസ് എൻ എ എന്നും ബിയുടെ നമ്പർ ഓഫ് മോൾസ് എൻ ബി എന്നും വിചാരിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എൻ എ and number of moles of B NB. അങ്ങനെയെങ്കിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ റെപ്രസെൻറ്റഡ് ബൈ കൈ എ വിൽ ബി ഗിവൺ ബൈ എൻ എ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഏതായിരുന്നു? എൻ എ പ്ലസ് എൻ ബി. സോ എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇതുപോലെ കൈ ബി എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കമ്പോണൻറ്റ് എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇനി കൈ എ പ്ലസ് കൈ ബി, കൈ എയും കൈ ബിയും കൂട്ടിയാൽ എത്രയാ വാല്യൂ വരുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു യൂണിറ്റി 1. കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു 1. ഇഫ് ദർ ആർ ഐ കമ്പോണൻസ്, ഒരു സൊല്യൂഷനിൽ ഐ കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, then what will be the sum of the mole fractions? Chi 1 plus chi 2 plus etc. up to chi I will be equal to 1. നമുക്ക് പ്രോബ്ലം നോക്കാം. A solution contains 25% ethanol, 50% acetic acid and 25% water by mass. Calculate the mole fraction of each component. ചോദ്യം മനസ്സിലായോ? 3 കമ്പോണൻസ് തന്നിട്ടുണ്ട് സൊല്യൂഷനിൽ. ഓരോന്നിൻ്റെയും മാസ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് 25% എത്തനോൾ മീൻസ് ആകെ 100 ഗ്രാം ആണ് സൊല്യൂഷൻ എങ്കിൽ അതിൽ 25 ഗ്രാം ആണ് എത്തനോളിൻ്റെ മാസ്. അസറ്റിക് ആസിഡിൻ്റെ മാസ് 50 ഗ്രാം ആയിരിക്കും. അതുപോലെ വാട്ടറിൻ്റെ മാസ് 25 ഗ്രാം ആയിരിക്കും. ഇത് മാസ് പെർസെൻറ്റേജ് തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു മാസിലേക്ക് എത്തിച്ചേരാം. കണ്ടെത്തേണ്ടത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ കൈ കണ്ടെത്തണം. ഫോർമുല നമുക്കറിയാലോ. സോ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓരോ കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് സെപ്പറേറ്റ് കണ്ടെത്തണം. എന്നതിന് ശേഷം ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് വെച്ച് ഹരിക്കണം. അതാണ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പം നമ്മൾ കൈ എ ഇസ് ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് ചെയ്തതുപോലെ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ കണ്ടെത്താനുള്ള ഫോർമുല വാട്ട് ഇസ് നമ്പർ ഓഫ് മോൾസ്? മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടു മാസ് ബൈ മോളിക്യുലാർ മാസ്. സോ മാസ് ഓഫ് എത്തനോൾ ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ഓഫ് എത്തനോൾ. മാസ് ഓഫ് എത്തനോൾ 25% ആയതുകൊണ്ട് 25 ഗ്രാം ഡിവൈഡഡ് ബൈ എത്തനോളിൻ്റെ മോളിക്യുലാർ ഫോർമുല C2H5OH. ആഡ് ചെയ്യുമ്പം നമുക്ക് 46 ഗ്രാം എന്ന് കിട്ടും. സോ 25 ഡിവൈഡഡ് ബൈ 46,
0.543 മോൾസ്. അതുപോലെ അസറ്റിക് ആസിഡിൻ്റെ നമ്പർ ഓഫ് മോൾസ്, മാസ് ഓഫ് അസറ്റിക് ആസിഡ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ്. 50%, സോ 50 ഗ്രാം എന്നെടുക്കാം, ഡിവൈഡഡ് ബൈ അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല CH3COOH. ആഡ് ചെയ്യുമ്പം 60 എന്ന് കിട്ടും, 60. സോ 50 ഡിവൈഡഡ് ബൈ 60, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 0.833 മോൾസ്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 25% ആണ്. സോ 25 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് അറിയാമല്ലോ, 18 അല്ലേ. സോ 25 by 18, 1.388 മോൾസ്. സോ നമ്പർ ഓഫ് മോൾസ് റെഡിയായി. നൗ വി വിൽ ടേക്ക് വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്ത് കിട്ടുന്നത് 2.764 എന്നാണ്. ഇത്ര വരെ ഓക്കെ ആയില്ലേ? ഇനി മോൾ ഫ്രാക്ഷനിലേക്ക് പോവാം. സോ ഓരോ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? 0.543 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2.764. സോ 0.196, ദാറ്റ് ഈസ് കൈ എത്തനോൾ. സിമിലർലി മോൾ ഫ്രാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ്, നമ്പർ ഓഫ് മോൾസ് എത്രയാണ് കിട്ടിയത്? 0.833 ആയിരുന്നു, ഡിവൈഡഡ് ബൈ അഗെയിൻ ടോട്ടൽ നമ്പർ 2.764, 0.301. And mole fraction of water is equal to number of moles 1.388 ആണ്, divided by total number of moles 2.764 is equal to 0.503 എന്ന് കിട്ടുന്നു. സോ മൂന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇവിടെ നമുക്ക് 3 കമ്പോണൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് 2 കമ്പോണൻറ്റിൻ്റെത് സെപ്പറേറ്റ് ആയി കണ്ടെത്തിയതിന് ശേഷം 1ൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മൂന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ ചെയ്താലും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ തേർഡ് കമ്പോണൻറ്റ് കണ്ടെത്താൻ കഴിയും. മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്രാക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ്. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റി ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M, മൊളാരിറ്റി. ആദ്യം നമുക്ക് ഫോർമുല നോക്കാം. ഇതിന് 3 ടൈപ്പ് ഫോർമുലയുണ്ട്. 3 ഫോർമുലയും നിങ്ങൾ ബൈ ഹാർട്ട് അറിയണം, എന്നാലേ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ഫോർമുല, മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് വരുന്ന ഫോർമുലയാണത്. ഇതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ക്യാൻ ബി റിട്ടൺ ആസ് മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ദെർഫോർ മൊളാരിറ്റിയുടെ രണ്ടാമത്തെ ഫോർമുല മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. വോളിയം ഓഫ് ദ സൊല്യൂഷൻ മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ you have to convert it into liters. Therefore, the formula becomes molarity equal to mass in grams of solute into 1000 divided by molecular mass of solute into volume of solution in milliliters. നമുക്ക് പ്രോബ്ലം നോക്കാം. Calculate the molarity of a solution containing 5 gram of sodium hydroxide in 450 milliliter of solution. ഇവിടെ മൊളാരിറ്റിയാണ് കണ്ടെത്തേണ്ടത്. ആരുടെ? 5 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ്. എത്ര സൊല്യൂഷനിൽ? 450 milliliter സൊല്യൂഷൻ. മൊളാരിറ്റിക്ക് 3 ഫോർമുല പഠിച്ചു. ഏത് ഫോർമുല സെലക്ട് ചെയ്യണം? ക്വസ്റ്റ്യനിൽ നോക്കുക, സൊല്യൂഷൻ മില്ലി ലിറ്ററിൽ തന്നിരിക്കുന്നു. സോ വിച്ച് ഫോർമുല? ദ തേർഡ് വൺ. മൂന്നാമത്തെ ഫോർമുല സെലക്ട് ചെയ്യണം. എന്തായിരുന്നു മൂന്നാമത്തെ ഫോർമുല? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റേഴ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 5 ഗ്രാം ആണ്.
സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സൊല്യൂട്ട് 5 gram into 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് NaOH. മോളിക്കുലാർ മാസ് എത്രയായിരുന്നു? 40 ആണ്. 40 into വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റേഴ്സ് 450 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 450. സോ ഫൈനലി 5 into 1000 divided by 40 into 450. Answer becomes 0.278. 3 രീതിയിൽ യൂണിറ്റ് എഴുതാം. You can write mol liter raised to -1 or mol decimeter raised to -3 because 1 liter is equal to 1 decimeter cube. Also you can write 0.278 molar. Capital letter M can be read as what? Molar. മൊളാരിറ്റിയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4 required to prepare 500 milliliter of 0.5 molar aqueous solution. Molarity is already given. 0.5 molar എന്ന് തന്നിട്ടുണ്ട്. And what is the volume? 500 milliliter. So volume of the solution is given in milliliter. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല മൂന്നാമത്തേതാണ്. അത് കിട്ടി. പക്ഷെ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. മാസ് ഇൻ ഗ്രാംസ് ഓഫ് ദ സൊല്യൂട്ട്. ദറ്റ് ഈസ് സൊല്യൂട്ട് ഹിയർ ഇസ് സൾഫ്യൂരിക് ആസിഡ്. സോ നമുക്ക് ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. So first of all, you will write molarity is equal to mass in grams of solute into 1000 divided by molecular mass of solute into volume of solution in milliliters. നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഫോർമുല എഴുതി. ഇനി മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന് വേണ്ടി അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് into volume of solution in milliliters whole divided by 1000. Substitute ചെയ്യാം. Molarity is given as 0.5 into molecular mass of solute. H2SO4ന്റെ molecular mass 98 ആണ്. Into volume of solution in milliliters. എത്ര വോളിയമാണ് തന്നിരിക്കുന്നത്? 500 milliliter. Substitute ചെയ്തു. Divided by 1000. So the answer becomes 24.5. What is the unit? Mass in grams. So 24.5 grams. Next problem number 5. Calculate the molarity of each of the following solutions. First one, 30 gram of hydrated cobalt nitrate, CONO3 twice 6H2O, in 4.3 liters of solution. B. 30 milliliters of 0.5 molar sulfuric acid diluted to 500 milliliters. ക്വസ്റ്റ്യനിലെ 2 സെക്ഷനിലും ചോദിച്ചിരിക്കുന്നത് മൊളാരിറ്റി കണ്ടെത്താനാണ്. നമുക്ക് ആദ്യത്തെ സെക്ഷൻ നോക്കാം. 30 gram of cobalt nitrate in 4.3 liters of the solution ആണ് തന്നിരിക്കുന്നത്. മൊളാരിറ്റിക്ക് നമ്മൾ 3 ടൈപ്പ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഏത് ചൂസ് ചെയ്യണം? തന്നിരിക്കുന്ന സൊല്യൂട്ട് കൊബാൾട്ട് നൈട്രേറ്റ് 30 gram ആണ്. സൊല്യൂഷൻ്റെ വോളിയം തന്നിരിക്കുന്നതോ ലിറ്റേഴ്സിലാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ഫോർമുലയല്ലേ? യെസ്. സോ സെക്കൻഡ് ഫോർമുല പ്രകാരം മൊളാരിറ്റി ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് divided by molecular mass of solute into volume of solution in liters. ഇതിൽ molecular mass of solute എന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വലിയൊരു ഫോർമുല കാണുമ്പോൾ ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. ക്ഷമയോടെ നിങ്ങൾ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ മാസ് കണ്ടെത്തണം. സോ മോളിക്കുലാർ മാസസ് CONO3 twice 6H2 ആണ്. സോ കൊബാൾട്ടിൻ്റേത് 58.7 പ്ലസ് ട്വൈസ് ആയതുകൊണ്ട് 2 into നൈട്രജൻ 14 പ്ലസ്
oxygen 48, 16 into 3, 48 plus 6 H2O ആണ്. So 6 into വാട്ടറിൻ്റെ molecular mass 18. So the molecular mass becomes 290.7. Unit can be written as gram per mole. So molarityയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 divided by 290.7 into 4.3. The answer becomes 0.024 unit mole per liter or mole liter inverse or 0.024 molar. ഇനി ബി സെക്ഷൻ നോക്കാം. 30 milliliter of 0.5 molar sulfuric acid diluted to 500 milliliters. ഇവിടെയും മൊളാരിറ്റി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നേരത്തെ പോലെയല്ല. ക്വസ്റ്റ്യനിൽ 2 വോളിയം തന്നിട്ടുണ്ട്, 30 milliliters and 500 milliliters. ഒരു മൊളാരിറ്റിയും തന്നു, എന്നിട്ട് മറ്റൊരു മൊളാരിറ്റി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് ദ പ്രോസസ് ഓഫ് വാട്ട്? ഡൈല്യൂഷൻ. അവിടെ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നു. സോ ഡൈല്യൂട്ടഡ് ടു അല്ലെങ്കിൽ ഡൈല്യൂഷൻ എന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ വിച്ച് ഫോർമുല? ഡൈല്യൂഷൻ ഫോർമുല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈല്യൂഷൻ ഫോർമുല. എപ്പോഴാണ് ഡൈല്യൂഷൻ ഫോർമുല ഉപയോഗിക്കേണ്ടത്? ഒരു ഹയർ മൊളാരിറ്റിയിൽ നിന്നും ലോവർ മൊളാരിറ്റിയിലേക്ക് ഒരു സൊല്യൂഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. എപ്പോൾ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് വോളിയംസ് തന്നിട്ടുണ്ടെങ്കിൽ ഡൈല്യൂഷനിലൂടെ പുതിയ മൊളാരിറ്റി കണ്ടെത്താനാണ് നമ്മൾ ഡൈല്യൂഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു ഡൈല്യൂഷൻ ഫോർമുല? M1V1 is equal to M2V2. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം. തന്നിരിക്കുന്ന 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഹയർ മൊളാരിറ്റി ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വോളിയം 30 milliliters. സോ V1 30 milliliters ആൻഡ് M1 0.5 മോളാർ. സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പം കോൺസെൻട്രേഷൻ കുറയുമെന്നറിയാലോ അല്ലേ? സോ 0.5 മോളാർ സൊല്യൂഷൻ 30 milliliter ഡൈല്യൂട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ അതിലേക്ക് കൂടുതൽ സോൾവെൻ്റ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് എത്ര മില്ലി ലിറ്റർ ആക്കി മാറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 500 milliliter. സോ ദ സെക്കൻഡ് വോളിയം V2 is 500 milliliter. അപ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ലോവർ മൊളാരിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് M2. സോ M2 ക്യാൻ ബി റിട്ടൺ ആസ് V1 M1 divided by V2. Substituting 30 into 0.5 divided by 500, which is 0.03 molar. Now the last concentration term is molality, represented by small letter m. മൊളാരിറ്റിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 3 ടൈപ്പ് ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഡെഫിനിഷൻ അനുസരിച്ചുള്ള ഫോർമുല: molality is equal to number of moles of solute divided by mass of solvent in kilograms. ഇനി number of moles of solute മാത്രം എക്സ്പാൻഡ് ചെയ്ത ഫോർമുല. Therefore, mass in grams of solute divided by molecular mass of solute into mass of solvent in kilograms. If the mass of the solvent is given in grams, എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു കിലോഗ്രാംസ്. അപ്പോഴാണ് നമ്മൾക്ക് മൂന്നാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ തേർഡ് ഫോർമുല? മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഇൻടു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻടു മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാംസ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം 6. Calculate the molality of 2.5 gram of ethanoic acid CH3COOH in 75 gram of benzene. You have to find molality. ഏതാ തന്നിരിക്കുന്ന സൊല്യൂട്ട്? 2.5 gram ethanoic acid ആണ് സൊല്യൂട്ട്. And which is the solvent? 75 gram of benzene. സോ സൊല്യൂട്ടിൻ്റെ മാസും തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെ മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്.
സോ അപ്പോൾ ഏത് ഫോർമുല ചൂസ് ചെയ്യണം? ദ തേർഡ് വൺ. ശരിയല്ലേ? വാട്ട് ഇസ് ദ തേർഡ് ഫോർമുല? മൊളാരിറ്റി ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഇൻടു 1000 divided by molecular mass of solute into mass of solvent in grams. ഇവിടെ മാസ് ഇൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 2.5 ഗ്രാം ആണ്. ഇൻടു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഏതാണ്? എത്തനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ് 60 ആണ്. ഇൻടു മാസ് ഓഫ് സോൾവെന്റ് ബെൻസീൻ ഇൻ ഗ്രാംസ് 75 ആണ്. So 2.5 into 1000 divided by 60 into 75. The answer becomes 0.556 mole kilogram raised to minus 1 mole per kilogram, or 0.556 small letter m. അതെങ്ങനെ വായിക്കുക? 0.556 molal. Next, problem number 7. Calculate the mass of urea NH2CONH2 required in making 2.5 kilograms of 0.25 molal aqueous solution. Questionil urea solute. So you have to find out the mass of the solute. മൊളാലിറ്റിയിൽ നിന്നും കിട്ടുന്ന ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്കിവിടെ മാസ് ഇൻ ഗ്രാംസ് ഓഫ് യൂറിയ ദ സൊല്യൂട്ട് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ എന്നാണ്. സൊല്യൂഷൻ്റെ മാസ് ആണ് തന്നിരിക്കുന്നത്, അല്ലാതെ സോൾവെൻറ്റിൻ്റെ അല്ല. മൊളാലിറ്റിയിൽ എന്താണ്? സോൾവെൻറ്റിൻ്റെ മാസ് ആണ് നമുക്ക് വേണ്ടത്. സോ യു കനോട്ട് അപ്ലൈ the formula directly from molality. 1 molal solution ന്റെ meaning എന്താണ്? 1 mole is present in 1 kilogram of the solvent. So 0.25 molal solution ന്റെ അർത്ഥം എന്തായിരിക്കും? 0.25 moles will be present in 1 kilogram of the solvent. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൊല്യൂട്ട് യൂറിയ 0.25 മോളാൽ ആണ്. So what will be the number of moles of urea? 0.25 moles. And what is the mass of the solvent? 0.25 molal ആയതുകൊണ്ട് mass of the solvent will be 1 kilogram, which is equal to 1000 grams. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാസ് ഓഫ് യൂറിയ ആണ്. നമ്പർ ഓഫ് മോൾസിലാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്പർ ഓഫ് മോൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു മാസ്. ഫോർമുല എന്താണ്? മോളിക്കുലാർ മാസ് ഇൻ ടു നമ്പർ ഓഫ് മോൾസ്. സോ ആദ്യം മോളിക്കുലാർ മാസ് വേണ്ടേ? മോളിക്കുലാർ മാസ് ഓഫ് യൂറിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു 60 എന്ന്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദ ഫോർമുല, മോളിക്കുലാർ മാസ് 60 ഇൻ ടു നമ്പർ ഓഫ് മോൾസ് 0.25. സോ the mass of urea is equal to 15 grams. ഇപ്പം നമുക്ക് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസ് സെപ്പറേറ്റ് കിട്ടി. സൊല്യൂട്ട് യൂറിയ 15 grams എന്ന് കിട്ടി. ആൻഡ് വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ സോൾവെൻറ്റ്? അക്വസ് സൊല്യൂഷൻ ആണ്. സോ വാട്ടർ ആണ് സോൾവെൻറ്റ്. എത്രയാണ്? 1 kilogram, 1000 gram. സോ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് solvent, which is 15 plus 1015 grams, or 1.015 kilograms. Now 1.015 kilogram of solution contains 15 gram of urea. Therefore നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2.5 kilogram of solution contains how much gram of urea, or how much mass of urea? കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്. സോ 2.5 into 15 divided by 1.015. Answer is 36.94 grams. Next, problem number 8. Calculate molality, molarity
and mole fraction of potassium iodide Ki if the density of 20% mass by mass aqueous Ki is 1.202 gram per milliliter. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മൊളാലിറ്റിയും മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷനും കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ 20% മാസ് ബൈ മാസ് അക്വസ് സൊല്യൂഷൻ ഓഫ് KI ആണ് തന്നിരിക്കുന്നത്. എന്താ അതിനർത്ഥം? ആകെ 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ 20 ഗ്രാം ആണ് KI അല്ലേ? 20 ഗ്രാം KI ആൻഡ് 80 ഗ്രാം വാട്ടർ ആണ്. സോ മാസ് ഓഫ് KI 20 ഗ്രാം and mass of water will be 80 gram. So solute ആയിട്ടുള്ള പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മാസും അറിയാം, സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ മാസും അറിയാം. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം? മൊളാലിറ്റിയിലേക്ക് പോകാം. സോ യു ക്യാൻ അപ്ലൈ ദ ഫോർമുല ഫോർ മൊളാലിറ്റി. ഏത് ഫോർമുല? മാസ് ഓഫ് ദ സോൾവെൻ്റ് ഇസ് ഗിവൺ ഇൻ ഗ്രാംസ്. സോ മൂന്നാമത്തെ ഫോർമുല എടുക്കാം. വാട്ട് ഈസ് ദ ഫോർമുല? Molality is equal to mass in grams of solute into 1000 divided by molecular mass of solute into mass of solvent in grams. ഇവിടെ mass of solute KI 20 grams ആണ്, mass of water solvent 80 grams ആണ്. molecular mass അല്ലെങ്കിൽ molar mass of KI അറിയണം. പൊട്ടാസ്യത്തിൻ്റെത് 39 പ്ലസ് അയോഡിൻ്റേത് 127. മോളാർ മാസ് ഇസ് 166. ദർഫോർ മൊളാലിറ്റിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 166 ഇൻറ്റു 80. ആൻസർ ഇസ് 1.5 മോൾ പെർ കിലോഗ്രാം ഓർ 1.5 മോളാൽ. നെക്സ്റ്റ് കാണേണ്ടത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി കണ്ടെത്തണമെങ്കിൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വേണം. തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ അറിയാം. എങ്ങനെ? 20% പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എത്രയാണ്? 100 ആണ് അല്ലേ? ദർഫോർ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ 100 ഗ്രാം. ഇവിടെ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ 1.202 ഗ്രാം പെർ മില്ലിലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ യൂസിങ് ദ ഡെൻസിറ്റി റിലേഷൻ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷനെ വോളിയത്തിലേക്ക് മാറ്റിക്കൂടെ? വാട്ട് ഈസ് ദ ഡെൻസിറ്റി റിലേഷൻ? മാസ് ബൈ വോളിയം. ദർഫോർ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. മാസ് 100 ആണ് and density is 1.202. Therefore, volume of solution is equal to 83.2 milliliters. So, molarity കണ്ടെത്താൻ നമുക്ക് ഏത് ഫോർമുലയാണ് ചൂസ് ചെയ്യേണ്ടത്? The third one, അല്ലേ? Mass of the solute into 1000 divided by molecular mass into volume of the solution in milliliters. Substituting 20 into 1000 divided by 166 into 83.2. The answer is 1.45 moles per liter or 1.45 molar. Next we have to find the mole fraction of 20% potassium iodide solution. Mole fraction Ki is equal to number of moles of Ki divided by number of moles of Ki plus number of moles of water. Number of moles of Ki is equal to mass divided by molecular mass. 20% solution ആയതുകൊണ്ട് Ki mass is 20 divided by what is the molecular mass of Ki? 166. So number of moles is 0.12. Again number of moles of water. Since 20% വാട്ടറിൻ്റെ മാസ് എത്രയാണ്? 80 grams. So 80 divided by 18 which is equal to 4.44 moles. Therefore substituting mole fraction of Ki is equal to 0.12 divided by 0.12
plus 4.44, which is equal to 0.0263.